ടി പത്മനാഭന്റെ പ്രകാശം പരത്തുന്ന ഒരു പെൺകുട്ടി എന്ന കഥ. വരിയായി നിൽക്കുന്ന കാറ്റാടി മരങ്ങളിൽ ഒന്നിന്റെ ചുവട്ടിലാണ് ഞാൻ ഇരിക്കുന്നത്. എന്റെ മുൻപിൽ ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു കോട്ടയാണ്. കടലിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു പാറമേലാണ് കോട്ട. ആര് പണിതുവെന്നോ എപ്പോൾ പണിതുവെന്നോ ഒന്നും എനിക്ക് നിശ്ചയമില്ല. ഒരുപക്ഷേ ഈ ഭൂമി ഉണ്ടായ നാൾ മുതൽക്കേ ഈ കോട്ടയും ഇവിടെ ഉണ്ടായിരിക്കാം. എന്റെ ചെറുപ്പത്തിൽ എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇന്നും അങ്ങനെ തോന്നുന്നു. ഓർമ്മ വെച്ച നാൾ മുതൽക്കേ ഞാൻ ചുറ്റിത്തിരിയാൻ തുടങ്ങിയിരിക്കുകയാണ്. അനുഭവങ്ങളുടെ വിഴുപ്പ് ഭാണ്ഡവും പേറി ജീവിതത്തിന്റെ ദുർഗമങ്ങളായ വഴികളിലൂടെ ഞാൻ സഞ്ചരിക്കുന്നു. പല നാടുകളും കണ്ടു, പലരുമായി ഇടപഴകി. പക്ഷേ അസ്വസ്ഥനായ എൻ്റെ മനസ്സിന് സമാധാനം ലഭിച്ചുവോ? ഇല്ല. എങ്കിലും ഈ പഴയ നഗരത്തിലേക്ക് തിരിച്ചു വരുമ്പോഴൊക്കെ എന്തെന്നില്ലാത്ത ഒരു ആശ്വാസം എനിക്ക് ലഭിക്കാറുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഞാൻ വിട്ടുപിരിഞ്ഞ എൻ്റെ അമ്മയാണ് ഈ നഗരം. ഇവിടുത്തെ ഇടുങ്ങിയ തെരുവുകളും വലിയ മൈതാനവും അമ്പലവും പള്ളിയും എല്ലാറ്റിനും ഉപരിയായി ഈ ഇടിഞ്ഞു പൊളിഞ്ഞ കോട്ടയും എൻ്റെ സ്വന്തമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടുത്തെ ഓരോ മണൽത്തരിയും എനിക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്. ഇവിടെ വെച്ചാണ് ഞാൻ ഒരു കൊല്ലം മുമ്പ് ഒരു പുതിയ മനുഷ്യനായതും. മറയാൻ പോകുന്ന സൂര്യന്റെ രശ്മികൾ കാറ്റാടിയുടെ തൂങ്ങിക്കിടക്കുന്ന ചില്ലകളിലൂടെ കടന്നു വരുമ്പോൾ ആളുകൾ കടൽക്കരയിൽ നിന്ന് മടങ്ങുകയായിരുന്നു. താനും മഞ്ഞു വീഴുന്നതിനു മുൻപേ വീട്ടിലെത്തണമെന്ന നിർബന്ധത്തോടെയാണ് അവർ നടന്നിരുന്നത്. കഴുത്തിൽ മഫ്ലർ ചുറ്റിക്കെട്ടി വലിയ ചൂരൽ വടികൾ ചുഴറ്റിക്കൊണ്ട് അവരെന്നെ കടന്നുപോയി. ചെറുപ്പക്കാർക്ക് ഒരു ബദ്ധപ്പാടും കണ്ടില്ല. കൈകോർത്ത് പിടിച്ചും തോളോട് തോളുരുമ്മിയും അവർ പതുക്കെ നടന്നകന്നപ്പോൾ എന്തുകൊണ്ട് ഇരുട്ട് വേഗം പരക്കുന്നില്ല എന്ന വിഷമമേ അവർക്കുള്ളൂ എന്ന് എനിക്ക് തോന്നി. അവരാരും തന്നെ എന്നെ ശ്രദ്ധിച്ചില്ല. പക്ഷേ ഞാൻ അവരെ സൂക്ഷിക്കുന്നുണ്ടായിരുന്നു. കുറെ മുമ്പായിരുന്നെങ്കിൽ ഞാൻ അവരെ നോക്കി അസൂയപ്പെട്ടേനെ. ഒരു നെടുവീർപ്പോടെ പറഞ്ഞു എന്നും വരും, ആഹ്ലാദിക്കാൻ മാത്രം പിറന്ന ഭാഗ്യശാലികൾ. ആഹ്ലാദം. എനിക്ക് ചിരി വരുന്നു. കാരണമുണ്ട്. എനിക്കറിയാം അവരിൽ വലിയൊരു ഭാഗം ആഹ്ലാദിക്കാൻ കഴിയാത്തവരാണെന്ന്. കൃത്രിമമായ ഒരു ആവരണം അണിഞ്ഞുകൊണ്ട് അവർ എവിടേക്കോ ഒഴുകിപ്പോവുകയാണ്. ആത്മവഞ്ചനയുടെ ഏത് വൈതരണിയിലേക്കോ. ഒന്നിനോടും അവർ ബന്ധം സ്ഥാപിക്കുന്നില്ല. ഒന്നിനോടും ബന്ധം സ്ഥാപിക്കാൻ അവർക്ക് കഴിയുകയുമില്ല. മനുഷ്യന്റെ കെട്ടുപിണഞ്ഞു കിടക്കുന്ന ബന്ധങ്ങളെക്കുറിച്ച് ഞാൻ ആലോചിച്ചു. പണ്ടും പലപ്പോഴും അങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. എങ്കിലും അന്നൊന്നും അവ അഴിച്ചു നീക്കുവാൻ കഴിയുന്ന കുരുക്കുകളാണ് എന്ന് മനസ്സിലായിരുന്നില്ല. പക്ഷേ ഇന്നെനിക്ക് മനസ്സിലായോ? ഞാൻ സ്വയം ചോദിച്ചു. എൻ്റെ സ്വന്തം കുരുക്കുകൾ ഞാൻ അഴിച്ചു നീക്കി കഴിഞ്ഞുവോ? ഹൃദയത്തിലെ പഴയ മുറിവ് വീണ്ടും പൊട്ടിച്ചോര കിനിയുവാൻ തുടങ്ങി. എൻ്റെ മനസ്സ് അസ്വസ്ഥമാവുകയാണ്. അപ്പോഴാണ് ആ ശബ്ദം കേട്ടത്. ആരോ പൊട്ടിച്ചിരിക്കുന്നു. ഞാൻ തിരിഞ്ഞു നോക്കി. പ്രകാശം പരത്തുന്ന ആ പെൺകുട്ടി. ഞാൻ അത്ഭുതപ്പെട്ടില്ല. അവളെ ഞാൻ എപ്പോഴും എവിടെയും പ്രതീക്ഷിക്കാറുണ്ട്. ഇരുട്ട് നിറഞ്ഞു കിടന്നിരുന്ന എൻ്റെ ജീവിതത്തിൽ ഒരു കൊള്ളിമീൻ പോലെ അവൾ പെട്ടെന്ന് മിന്നിമറയുകയാണുണ്ടായത്. മായാത്ത ഒരു ഓർമ്മയായി അവൾ അവശേഷിക്കുകയും ചെയ്തു. എൻ്റെ ആത്മാവിൽ എന്ന് തന്നെ പറയട്ടെ, അവളെ ഞാൻ വീണ്ടും കാണുകയാണ്. എൻ്റെ ശരീരത്തിലെ ഓരോ അണുവും ത്രസിച്ചു. അവളുടെ കൂടെ അനുജത്തിയും അനുജനും ഉണ്ടായിരുന്നു. രണ്ടുപേരെയും കൂട്ടി പൂഴി വിരിച്ച നടപ്പാതയിലൂടെ അവൾ നടന്നു വരികയാണ്. പാവാടയ്ക്ക് പുറമെ റെയിൻബോ ജോർജറ്റിന്റെ ഒരു ദാവണി കൂടി അവൾ ചുറ്റിയിരുന്നു. അവൾ അല്പം വലുതായിട്ടുണ്ട്. ആ പയ്യൻ ചരടിൽ ഒരു തകര വിമാനം ഉറക്കെ കറക്കിക്കൊണ്ടിരുന്നു. എന്തോ പറഞ്ഞ് അവൾ ഉറക്കെ ചിരിച്ചു. വല്ല തമാശയുമായിരിക്കാം. അവരുടെ ലോകത്തിൽ തമാശയ്ക്ക് മാത്രമേ സ്ഥാനമുള്ളൂ. എൻ്റെ മുമ്പിലൂടെ കടന്നുപോയപ്പോൾ ഞാൻ അവളെ നല്ലതുപോലെ കണ്ടു. വിശുദ്ധിയുടെ കണ്ണാടിയായിരുന്നു ആ മുഖം. അതങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. സന്ധ്യയുടെ നേരിയ വെളിച്ചത്തിൽ ആ മരച്ചുവട്ടിൽ ഒരു ശിലാപ്രതിമ പോലെ ഇരിക്കുന്ന എന്നെ കാണുമ്പോൾ അവൾ ഭയപ്പെട്ടു പോകുമെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നെ അവൾ നോക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടായിട്ടല്ല. അവൾ എന്നെ നോക്കും,
അത്ര തന്നെ. ഞാൻ കാത്തു നിൽക്കുകയായിരുന്നു. എന്റെ പ്രതീക്ഷ ശരിയായി. അവൾ എന്നെ നോക്കി ഭയം കൊണ്ട് ചൂളിപ്പോകുന്നതിന് പകരം ആ കുട്ടി പുഞ്ചിരിച്ചു. അവൾ പേടിച്ചില്ല. എന്തിനാണ് പേടിക്കുന്നത്? സ്വതവേ മനോഹരമായ ആ മുഖം കൂടുതൽ മനോഹരമായി തോന്നി. എന്തുകൊണ്ടോ എന്റെ കണ്ണുകളിൽ വെള്ളം നിറഞ്ഞു. അവൾക്കെന്നെ മനസ്സിലായോ എന്തോ. കണ്ണിൽ നിന്ന് മറയുന്നത് വരെ ഞാൻ അവളെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. കാറ്റാടിയുടെ ചില്ലകളുടെ ഇടയിലൂടെ ചൂളം വിളിക്കുന്ന കാറ്റും കോട്ടയുടെ പാറക്കെട്ടിൽ വന്നടിക്കുന്ന തിരയും ആ പെൺകുട്ടിയുടെ പൊട്ടിച്ചിരി ആവർത്തിക്കുകയാണെന്ന് എനിക്ക് തോന്നി. അന്തിച്ചുവപ്പ് പൂർണ്ണമായി മായുകയും ആകാശത്തിന്റെ കോണിൽ ഏതാനും നക്ഷത്രങ്ങൾ തെളിയുകയും ചെയ്തു. ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റില്ല. മഞ്ഞണിഞ്ഞ പർവ്വതത്തിന്റെ ചെരുവിൽ ധ്യാനലീനനായിരിക്കുന്ന ഒരു യോഗിയെപ്പോലെ ഞാൻ മരച്ചുവട്ടിലിരുന്നു. ഈറൻ പിടിച്ച അന്തരീക്ഷം, ഇരുട്ട്, എങ്ങും വിങ്ങി നിൽക്കുന്ന മൂകത. കടൽ പോലും തെല്ല് അടങ്ങിയിരിക്കുകയാണ്. ആ പെൺകുട്ടിയെ ആദ്യമായി കണ്ടുമുട്ടിയ ദിവസം ഞാൻ ഓർത്തു. നിഗൂഢമായ ഒരു ദൃശ്യം ഹൃദയത്തിൽ ഒളിച്ചു വെച്ചുകൊണ്ട് ഇവിടുത്തെ തെരുവുകളിലൂടെ ഞാൻ അലയുകയായിരുന്നു. എന്നെ സ്നേഹിച്ചിരുന്ന ഏതാനും ചിലരെ രാവിലെ തന്നെ ചെന്ന് കണ്ടു. ഒരു തരത്തിലുള്ള മുന്നറിയിപ്പും ഉണ്ടായിരുന്നില്ല. എന്റെ പെരുമാറ്റം അവരെ അമ്പരപ്പിച്ചു എന്ന് തോന്നുന്നു. അവർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, വെറുതെ കണ്ടുപോകാൻ വന്നതാണ്. ഒരുപക്ഷെ അടുത്തൊന്നും ഇങ്ങോട്ട് വരാൻ തരപ്പെട്ടു എന്ന് വരില്ല. എന്റെ ശബ്ദം അപ്പോൾ ഇടറിയിരിക്കണം. എങ്കിലും ഞാൻ പറഞ്ഞത് അവർ വിശ്വസിച്ചു. ഒരിടത്തും സ്ഥിരമായി നിൽക്കുന്നവനല്ല ഞാനെന്ന് അവർക്കറിയാം. നടന്ന വഴിയിലൂടെ തന്നെ വീണ്ടും നടന്നു. അമ്പലത്തിന്റെയും പള്ളിയുടെയും മുമ്പിലൂടെ പോയി. മൈതാനത്തിൽ ഏറെ നേരം ചെന്നിരുന്നു. അവിടെ നിന്ന് എഴുന്നേറ്റ് വീണ്ടും ചുറ്റുവാൻ തുടങ്ങി. ഒരു മുക്കും മൂലയും ഒഴിച്ചു വെച്ചില്ല. എല്ലായിടത്തും ചെന്നു. ഒടുവിൽ തിയേറ്ററിന്റെ മുന്നിലെത്തി. അവിടെ അല്പനേരം വെറുതെ നിന്നപ്പോൾ തോന്നി, എന്തുകൊണ്ട് സിനിമ കണ്ടുകൂടാ? സിനിമ ഞാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്നു. എന്തിനങ്ങനെ സിനിമയെക്കുറിച്ച് മാത്രമായി പറയുന്നു? ഈ ലോകത്തിലുള്ള സുന്ദരങ്ങളായ എല്ലാ വസ്തുതകളും എനിക്കിഷ്ടമായിരുന്നല്ലോ. സന്ധ്യയോടുകൂടി കളി അവസാനിക്കും. അതിനുശേഷം വേണ്ടത്ര സമയമുണ്ട്. എവിടെ വേണമെങ്കിലും പോകാം. കീശയിൽ പണമുണ്ട്. ഹോട്ടലിൽ മുറിയെടുക്കുന്നതിന് ഒരു മുടക്കവുമില്ല. വേണമെങ്കിൽ ഞാൻ താമസിക്കുന്നിടത്തേക്ക് തിരിച്ചു പോകാം. അവിടെ എൻ്റെ കിടക്കയിൽ സുഖമായി കിടന്നതിന് ശേഷം ഞാൻ വിഷം കുടിച്ചു മരിക്കുവാൻ തീർച്ചപ്പെടുത്തി കഴിഞ്ഞിരുന്നു. എങ്ങനെയാണ് അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലെത്തിയത് എന്നതിനെക്കുറിച്ച് ഒന്നും തന്നെ പറയുവാൻ എനിക്ക് കഴിയുകയില്ല. എൻ്റെ ജീവിതത്തിൽ പിന്നിട്ട ഓരോ നിമിഷവും ഉത്കടമായ വിഷാദവും നിരാശയും നിറഞ്ഞതായിരുന്നു. എന്നെ നശിപ്പിക്കുവാൻ തക്കം പാർത്തിരിക്കുന്നവരാണ് ഞാൻ കണ്ടുമുട്ടുന്ന ഓരോരുത്തരും എന്നായിരുന്നു എൻ്റെ വിശ്വാസം. അതിനാൽ ഞാൻ എല്ലാവരെയും വെറുക്കുകയും ഭയപ്പെടുകയും ചെയ്തു. സംശയത്തിന്റെ പടർന്നു കത്തുന്ന ഒരു പന്തം ഹൃദയത്തിൽ സദാ ആളിക്കൊണ്ടിരുന്നു. എങ്കിലും കുറച്ചുപേരെ എല്ലാം മറന്ന് സ്നേഹിക്കുകയുമുണ്ടായി. എൻ്റെ ബാല്യം ആനന്ദം നിറഞ്ഞ ഒരു സ്വപ്നം പോലെ കഴിഞ്ഞ ഒന്നായിരുന്നില്ല. അന്നേ തുടങ്ങിയിരുന്നു ആ വീർപ്പുമുട്ടൽ. ഒടുവിൽ സഹിച്ചിരിക്കുവാൻ അല്പം പോലും കഴിയുകയില്ല എന്ന ഘട്ടം വന്നപ്പോൾ ആത്മഹത്യ ചെയ്യുവാൻ ഉറച്ചു. മരണത്തോടുകൂടി ഏത് വേദനയാണ് അവസാനിക്കാത്തത്? അന്ന് വിഷം നിറച്ച ഒരു കുപ്പിയുമായി തിയേറ്ററിൽ ചെന്നിരുന്നപ്പോൾ ഞാൻ സ്വയം പറഞ്ഞു, നീ മരിക്കണം. എന്നാലേ നിനക്ക് സുഖവും സ്വാതന്ത്ര്യവും ലഭിക്കുകയുള്ളൂ. ഏറ്റവും പിറകിലുള്ള സീറ്റിലായിരുന്നു ഞാൻ ഇരുന്നത്. മാറ്റിനി ആയതിനാൽ ആളുകൾ കുറവായിരുന്നു. ഞാനതിൽ സന്തോഷിച്ചു. ഒരലട്ടും കൂടാതെ പടം കാണാമല്ലോ. കളി തുടങ്ങാറായപ്പോഴേക്കും ഒരു പെൺകുട്ടിയും അവളുടെ പിന്നാലെ 2 ചെറിയ കുട്ടികളും കടന്നു വന്നു. അവർ വന്നത് തന്നെ വലിയ ശബ്ദമുണ്ടാക്കിക്കൊണ്ടായിരുന്നു. സാധാരണ കുട്ടികളിൽ കാണാറുള്ള ഉത്കണ്ഠയോ പരിഭ്രമമോ ഒന്നും തന്നെ അവരിൽ കണ്ടില്ല. ആ പെൺകുട്ടി ഒരു മൂളിപ്പാട്ട് പാടി തിയേറ്റർ മുഴുവൻ അലക്ഷ്യമായി കണ്ണോടിച്ചു. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു, ദൈവമേ, ആ കുട്ടികളെ എൻ്റെ അടുക്കിലേക്ക് അയക്കരുതേ. ഈ അവസാന നിമിഷങ്ങളിൽ ഞാൻ അനുഭവിക്കുന്ന സമാധാനം അവർക്കെടുത്തു. ഈ തിയേറ്ററിൽ വേണ്ടത്ര സ്ഥലമുണ്ട്. എവിടെയെങ്കിലും അവരിയ്ക്കട്ടെ, ഇവിടെ മാത്രം വേണ്ട. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ അവൾ എൻ്റെ അരികിലായി വന്നിരുന്നു. അവളുടെ പിന്നാലെ ആ 2 ചെറിയ കുട്ടികളും.
ഞാൻ അങ്ങോട്ട് നോക്കിയതേയില്ല. എന്നെ ബുദ്ധിമുട്ടിക്കുവാനല്ലെങ്കിൽ പിന്നെ എന്തിന് അവരെന്റെ അടുക്കൽ തന്നെ വന്നിരുന്നു? ആ പെൺകുട്ടി തന്റെ അനുജത്തിയോടും അനുജനോടും കലപിലയെന്ന് തമിഴും മലയാളവും കലർന്ന ഭാഷയിൽ സംസാരിക്കുവാൻ തുടങ്ങി. വലിയ ധൃതിയിലായിരുന്നു. സംസാരിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്നത് നിർത്തി ഏതെങ്കിലും ഒരു പാട്ടിന്റെ 2 വരി മൂളുന്നതിലും അവൾ വലിയ മിടുക്ക് കാണിച്ചു. ഇടയ്ക്കിടെ ഒരു കാട്ടുചോല പാറക്കെട്ടിൽ ചെന്നിടിച്ച് ചിന്നിച്ചിതറുന്നതുപോലെ പൊട്ടിച്ചിരിക്കുകയും ചെയ്തു. സിനിമ ആരംഭിച്ചു. ടെക്സാസിലെ വിശാലമായ പുൽമൈതാനങ്ങളിലൊന്നിൽ തങ്ങൾ സ്നേഹിക്കുന്ന ഒരു പെണ്ണിനു വേണ്ടി ചോര ചിന്തുവാൻ 2 ചെറുപ്പക്കാർ തയ്യാറായി നിൽക്കുകയാണ്. വെടി പൊട്ടുന്നു, മനുഷ്യൻ പിടഞ്ഞു വീഴുന്നു, കുതിരകൾ പായുന്നു. ആയിരക്കണക്കിലുള്ള പശുക്കളെ ശത്രുക്കൾ തെളിച്ചുകൊണ്ടുപോകുന്നു. എന്റെ അടുത്തിരുന്ന ആ പെൺകുട്ടിയും അപ്പോൾ ടെക്സാസിലെ ആ മേച്ചിൽ നിലത്തായിരുന്നു. അവൾക്ക് സ്വസ്ഥത തീരെ ഉണ്ടായിരുന്നില്ല. ഒരു കുതിര മറിഞ്ഞു വീണപ്പോൾ ഉള്ളിൽ തട്ടിയ വ്യസനത്തോടെ അവൾ പറഞ്ഞു, പാവം. ഡേവിഡ് ഫാരറുടെ ബീഭത്സമായ മുഖം ക്ലോസപ്പിൽ കണ്ടപ്പോൾ അവൾ പറഞ്ഞുപോയി, ആയ്. അങ്ങനെ പറഞ്ഞ് അവൾ സീറ്റിന്റെ പിറകിലേക്ക് വലിഞ്ഞു. ഏതോ ഒരു അക്രമിയുടെ കൈക്ക് വെടികൊണ്ടപ്പോൾ അവൾ എന്നെ കൂടി പിടിച്ചു കുലുക്കി. സബാഷ്, അങ്ങനെ വേണം അല്ലേ? യാതൊരു സ്തോഭവും പ്രകടിപ്പിക്കാതെ തിരശീലയിലേക്ക് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു ഞാൻ. എനിക്ക് ആശ്ചര്യം തോന്നി. ചൈതന്യത്തിന്റെ ഒരു സ്ഫുലിംഗമായ ആ പെൺകുട്ടി. ആ കുട്ടിയുടെ നേരെ ഉണ്ടായിരുന്ന നീരസം പതുക്കെ പതുക്കെ നീങ്ങിപ്പോയി. അവൾ എൻ്റെ കൈക്ക് പിടിച്ച് ചോദിച്ചു, നിങ്ങൾ എനിക്കിതിൻ്റെ കഥ പറഞ്ഞു തരുമോ? ഞാൻ അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. അവളുടെ മൂക്കുത്തിയിലെ വൈരം പോലെ തന്നെ അവളുടെ മുഖവും തിളങ്ങുന്നു. പറയൂ, എനിക്ക് പറഞ്ഞു തരില്ലേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ ഇക്കൊല്ലം 6ാം ക്ലാസ്സിലായിട്ടേ ഉള്ളൂ. അപ്പോൾ എനിക്കുണ്ടായ സന്തോഷം. ആദ്യമായാണ് ആ കുട്ടി എന്നോട് അത്ര സ്നേഹത്തോടും സ്വാതന്ത്ര്യത്തോടും കൂടി ഒരു കാര്യം ആവശ്യപ്പെടുന്നത്. ഞാൻ ഇട്ടിരുന്ന കുപ്പായം വില കുറഞ്ഞതും കീറിയതുമായിരുന്നു. ഞാൻ മുടി ചീകിയിട്ടില്ല, ഷേവ് ചെയ്തിട്ടില്ല. എന്നിട്ടും ഒരു ഇംഗ്ലീഷ് സിനിമയുടെ കഥ പറഞ്ഞു കൊടുക്കുവാനുള്ള കഴിവ് എനിക്കുണ്ടെന്ന് ആ പെൺകുട്ടിക്ക് തോന്നിയല്ലോ. ഒരിക്കൽ അമ്മയുടെ കൂടെ ആസ്പത്രിയിൽ പോയപ്പോൾ ഒരു നേഴ്സ് ചോദിച്ചത് ഞാൻ ഓർത്തു. മകനാണല്ലേ? അമ്മ പറഞ്ഞു, അതെ. ബീഡിപ്പണിയായിരിക്കുമല്ലേ? അമ്മയ്ക്ക് എന്തെങ്കിലും പറയുവാൻ കഴിയുന്നതിന് മുൻപ് ഞാൻ പറഞ്ഞു, അതെ. പക്ഷേ ആ നേഴ്സ് പ്രായം ചെന്നവളായിരുന്നു. എൻ്റെ അരികിൽ എൻ്റെ കഴിവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടിരുന്നത് ഒരു കൊച്ചു പെൺകുട്ടിയാണ്. എന്നും സൂര്യപ്രകാശവും പനിനീർപ്പൂക്കളുമുള്ള ഒരു ലോകത്തിലാണ് അവൾ ജീവിക്കുന്നത്. അവിടെ ഇരുട്ട് മൂടി മുള്ളു നിറഞ്ഞു കിടക്കുന്ന മൂലകളേയില്ല. ഞാൻ അവൾക്ക് കഥ പറഞ്ഞു കൊടുത്തു. കളി പകുതി കഴിഞ്ഞപ്പോൾ ഞാൻ കേൾക്കുവാൻ വേണ്ടി അവൾ മനോഹരമായ ഒരു പാട്ട് പാടി. അതിലെ ഒരു വരി ഇങ്ങനെയായിരുന്നു, ചന്താരേ ജാരേ ജാരേ. പാട്ട് അസ്സലായെന്ന് പറഞ്ഞപ്പോൾ അവൾ പറയുകയുണ്ടായി, അച്ഛനും എൻ്റെ പാട്ട് വലിയ ഇഷ്ടമാണ്. അനുജന്റെ കീശയിൽ നിന്ന് ഒരു ചോക്ലേറ്റ് പാക്കറ്റ് എടുത്ത് അവൾ പൊളിച്ചു എനിക്കും തന്നു. മരിക്കാൻ പോകുന്ന എനിക്കാണ് അവൾ ചോക്ലേറ്റ് സൽക്കരിക്കുന്നതെന്ന് ഓർത്തപ്പോൾ ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞു, വേണ്ട, എനിക്ക് വേണ്ട. എങ്കിലും അവൾ വിട്ടില്ല. അതെന്താ? നിങ്ങൾ ചോക്ലേറ്റ് തിന്നില്ലേ? നിങ്ങൾക്കിഷ്ടമല്ലേ? എനിക്കിഷ്ടമാണ്. അമ്മ എപ്പോഴും എനിക്ക് ചോക്ലേറ്റ് തരും. നിങ്ങളുടെ അമ്മ നിങ്ങൾക്ക് ചോക്ലേറ്റ് തരാറുണ്ടോ? എൻ്റെ അമ്മ എനിക്ക് ചോക്ലേറ്റ് തരാറുണ്ടോയെന്ന്. ഒരുപക്ഷെ അവൾ വിചാരിച്ചിരിക്കും ഞാനും ഒരു കുട്ടിയാണെന്ന്. അവളുടെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ ചോക്ലേറ്റ് തിന്നു. സിനിമ അവസാനിച്ചപ്പോൾ അവൾ പറഞ്ഞു, ഇപ്പോഴൊന്നും തീരണ്ടായിരുന്നു. ഞങ്ങൾ പുറത്തിറങ്ങി. സന്ധ്യ ആകാറായിരുന്നു. അവൾ ചോദിച്ചു, നിങ്ങളിനി എപ്പോഴാണ് സിനിമയ്ക്ക് വരിക? ഞാനൊന്നും പറഞ്ഞില്ല. അടുത്ത ആഴ്ച വരുമോ? എന്താ, വരാൻ കഴിയില്ലേ? എനിക്ക് തമാശ തോന്നി. ഞാൻ പറഞ്ഞു, അമ്മ സമ്മതിച്ചാൽ വരും. അവൾ പൊട്ടിച്ചിരിച്ചു. അമ്മയോട് പറയണം ഞാനും വരുന്നുണ്ടെന്ന്. എനിക്ക് ചിരിക്കുവാൻ കഴിഞ്ഞില്ല. അനുജത്തിയും അനുജനും പോകാൻ തിരക്ക് കൂട്ടുകയാണ്. ആ പെൺകുട്ടിയെ വിട്ടുപിരിയുന്നതിൽ എനിക്ക് സങ്കടം തോന്നി. അവൾ പറഞ്ഞു, ഞാൻ കാത്തിരിക്കും. ഞാൻ വെറുതെ മൂളി, ഓ. ചിരിയോ? ഗുഡ് ബൈ. ആ കുട്ടികളെയും കൂട്ടി അവൾ പോയി.
ഞാൻ അവളെ തന്നെ നോക്കി നിന്നു. അവൾ വളർന്നു വലുതാകുന്നതും വിവാഹിതയാകുന്നതും ഞാൻ കണ്ടു. എന്റെ ഹൃദയം വേദനിച്ചു. ഞാൻ ഏകാകിയാണ്. ഞാൻ ദുഃഖിതനാണ്. പക്ഷേ അടുത്ത നിമിഷം തന്നെ ഞാൻ ഓർമ്മിച്ചു, ആ കുട്ടി സ്വയം സന്തോഷിക്കുകയും മറ്റുള്ളവർ സന്തോഷിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നവളാണ്. ഞാൻ തനിച്ച് വീട്ടിലേക്ക് നടന്നു. ഒരു ഇരുട്ടറയിൽ ഏറെ നേരം ശ്വാസം മുട്ടിക്കിടന്നതിന് ശേഷം തുറന്ന ഒരു മൈതാനത്തിലേക്ക് കടന്നു ചെന്നതുപോലെയുള്ള ഒരു അനുഭവം. മനസ്സിൽ ഞാൻ അറിയാതെ തന്നെ ഒരു പരിവർത്തനം നടക്കുകയായിരുന്നു. അന്ന് രാത്രി ഞാൻ വിഷം കുടിച്ച് മരിച്ചില്ല. അതിനുശേഷം 1 കൊല്ലം കഴിഞ്ഞിരിക്കുന്നു. ഞാൻ വീണ്ടും പഴയ പോലെ ഒരിടത്തും സ്ഥിരമായി നിൽക്കാതെ കഴിഞ്ഞുകൂടുകയാണ്. ഇപ്പോൾ മറ്റുള്ളവർ എന്താണ് എന്നെപ്പറ്റി പറയുന്നതെന്ന് അറിയുവാൻ ഞാൻ ആഗ്രഹിക്കാറില്ല. എന്തു വേണമെങ്കിലും പറയാം, ഒരാക്ഷേപവുമില്ല. കഴിഞ്ഞതൊക്കെ ഒരു പുക പോലെ മാത്രമേ കാണുവാൻ കഴിയൂ. അതിൽ യുക്തിക്ക് യാതൊരു സ്ഥാനവുമില്ല. ഒരു സമാധാനമേ ഉള്ളൂ, മനുഷ്യന്റെ ജീവിതത്തിൽ യുക്തിക്ക് വിശദീകരിക്കാൻ കഴിയാത്ത പലതും സംഭവിക്കാറുണ്ടല്ലോ. മഞ്ഞ് നല്ലപോലെ വീണു തുടങ്ങി. ഞാൻ പോവുകയാണ്. പ്രകാശം പരത്തുന്ന ആ പെൺകുട്ടിയെ വീണ്ടും കണ്ടുമുട്ടാതിരിക്കില്ല. ഒരുപക്ഷെ 400 500 കൊല്ലങ്ങൾക്ക് ശേഷമായിരിക്കാം. ഞാനടക്കമുള്ള എല്ലാ മനുഷ്യരും വഴിത്തിരിവിൽ സംശയിച്ചു നിൽക്കുകയായിരിക്കും. അപ്പോഴാണ്, നീ പൊയ്ക്കളയരുതേ